അപ്രതീക്ഷിത പ്രളയത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റായ ടെക്സാസ്. ജൂലൈ 4-നുണ്ടായ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നതോടെ സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് മധ്യ ടെക്സാസിൻ്റെ കെയർ കൗണ്ടി അടക്കമുള്ള മേഖലകൾ സാക്ഷ്യം വഹിച്ചത്. ചെളിയും മാലിന്യവും അടിഞ്ഞ് രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായ അവസ്ഥ. അമേരിക്ക സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് ടെക്സാസ് തേങ്ങി, ലോകം നടുങ്ങി. നടക്കുന്ന ആ കാഴ്ചകളിലൂടെയാണ് ഗ്രൗണ്ട് സീറോയുടെ ഇത്തവണത്തെ സഞ്ചാരം. ഏറ്റവും വേദനിപ്പിച്ച വാർത്ത പ്രളയത്തിൽ കെയർ കൗണ്ടിയിലെ ഒരു സ്റ്റുഡൻസ് ക്യാമ്പ് ഒലിച്ചുപോയതും ഡസൻ കണക്കിന് വിദ്യാർത്ഥികളെ കാണാതായതുമാണ്. പിന്നീട് കാണാതായ 28 കുട്ടികളുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. ഇവരുടെ എല്ലാം മൃതദേഹം കണ്ടെടുക്കപ്പെടാനുണ്ടെന്നതാണ് ജൂലൈ 8 വരെയുള്ള സർക്കാർ അപ്ഡേറ്റ്. ഗ്വാഡൽപേ നദിയിലെ അപകടകരമായ തോതിൽ ഉയർന്ന ജലനിരപ്പിന് ഇപ്പോഴും കുറവായിട്ടില്ല. നദിയുടെ ഓരത്തെ മേഖലകളെ ഭീതിയിലാഴ്ത്തിയാണ് പ്രളയസഞ്ചാരം. ഓരോ കുടുംബത്തിനും ഉണ്ടായത് അപരിഹാര്യ നഷ്ടങ്ങൾ. ഉറ്റവരില്ലാത്ത വീടും വാഹനവും തകർന്നവരുടെ ദുഃഖഭരിതമായ ദിനരാത്രങ്ങൾ. ഡ്രോണും ഹെലികോപ്റ്ററും ഉപയോഗിച്ച് ദൗത്യസംഘം നടത്തുന്ന തെരച്ചിലുകളും ചെളി നീക്കാനുള്ള നടപടികളും തുടരുകയാണ്. പ്രളയ മുന്നറിയിപ്പിലുണ്ടായ പിഴവ് വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തി. മുന്നറിയിപ്പ് നൽകാനായില്ലെന്ന് പ്രാദേശിക ഭരണകൂടം തന്നെ പറയുന്നു. പ്രളയ മുന്നറിയിപ്പും സന്നദ്ധ സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലും ട്രംപ് വിമർശിക്കപ്പെട്ടു. എന്നാൽ മുൻ ബൈഡൻ സർക്കാരിൻ്റെ തലയിലാണ് ഡൊണാൾഡ് ട്രംപ് അനുകൂലികളെല്ലാം ഉത്തരവാദിത്തങ്ങൾ കെട്ടിവെക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിൽ ട്രംപ് നടത്തിയ കൂട്ടപ്പിരിച്ചുവിടൽ മൂലം മതിയായ ഉദ്യോഗസ്ഥരില്ലായിരുന്നു. ഇത് മുന്നറിയിപ്പിനും മുന്നൊരുക്കങ്ങൾക്കും തടസ്സമായി എന്നാണ് പ്രാദേശിക ഭരണകൂടം പറയുന്നത്. മിന്നൽ പ്രളയ സൂചന മനസ്സിലാക്കിയിരുന്നില്ല എന്നും. എന്നാൽ പ്രളയത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടം നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായി. ദുരന്തം ദൈവത്തിൻ്റെ കളിയാണ്, സർക്കാർ എന്തു ചെയ്യാനാണ് എന്നായിരുന്നു വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയുടെ പരാമർശം. ദാറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ഗോഡ് എന്നാണ് പ്രസ് സെക്രട്ടറി പറഞ്ഞത്. ദൈവസൃഷ്ടിയാണെന്ന വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയുടെ വാക്കുകൾ വലിയ ക്ഷോഭമുണ്ടാക്കി. ഏതായാലും കരോലിൻ ലെവിറ്റ് ട്രംപ് സർക്കാരിനെതിരായ ആരോപണങ്ങൾ തള്ളി. അഡ്മിനിസ്ട്രേഷൻ പിഴവില്ല, ദുരന്ത നിവാരണവും രക്ഷാപ്രവർത്തനവും നടത്തി വൈറ്റ് ഹൗസ് അറിയിച്ചു. US ഇന്റർനാഷണൽ വെതർ സർവീസ് അഥവാ NWS നേരെയായ വിമർശനത്തെയും ഭരണകൂടം പ്രതിരോധിച്ചു. ഫ്ലഡ് വാർണിംഗ് അവർ നൽകിയിരുന്നുവെന്നാണ് സർക്കാരിൻ്റെ വാദം. 100 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ ദുരന്തമെന്നും ഇത് ആർക്കു നേരെയും വിരൽ ചൂണ്ടി പരസ്പരം പഴിചാരാനുള്ള സമയമല്ല എന്നുമാണ് ടെക്സസ് സെനറ്ററും റിപ്പബ്ലിക്കൻ നേതാവുമായ ടെഡ് ക്രൂസ് പറഞ്ഞത്. ടെക്സാസ് ആഘാതത്തിലാണിപ്പോഴും. അതേസമയം ന്യൂ മെക്സിക്കോയിലും കനത്ത മഴയും പ്രളയവുമാണ്. വീടുകൾ ഒലിച്ചു പോകുന്ന ഭീതിജനകമായ ദൃശ്യങ്ങളാണ് ലോകമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്.
കെടുതി വിഴുങ്ങിയ ദിനങ്ങളിലൂടെ അമേരിക്കൻ ജനത കടന്നുപോവുകയാണ്. അതേസമയം യൂറോപ്പ് കൊടും ചൂടിലും.